ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഡേ ആൻഡ് ഇറ്റ്സ് മീ വിനീത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഞാൻ ആ സൈക്കിളിലാണ് പോകുന്നത്. സൈക്കിളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്കിളും 2 ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പുറകിൽ കിടപ്പുണ്ട്, ഒരെണ്ണം സൈക്കിളിൽ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 3-4 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ബാക്കി സൈക്ലിംഗ് വിശേഷങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തുടരെ കാണാം. അപ്പം കാണുക, സപ്പോർട്ട് ചെയ്യുക. ാൻ പറ്റുന്നത് ഈ കുടയുള്ളതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഈ കാണുന്ന ഇതിൻ്റെ മേളിലോട്ട് വേണം പോകാൻ. നല്ല തെന്നലൊക്കെ ഉണ്ട്. ആ വെള്ളം ഈ കിടപ്പുണ്ട്, നല്ല രീതിയിൽ ഇഴുക്കൽ കാണുന്നുണ്ട്. നമ്മൾ പുല്ലുള്ള ഭാഗത്ത് ചവിട്ടി പോവുകയാണെങ്കിൽ അതിന് തെന്നൽ കാര്യങ്ങളൊന്നും വരാണ്ട് നമുക്ക് കയറി പോകാൻ പറ്റും. എന്തായാലും ഇനി മേളിലോട്ട് ചെന്നിട്ട് അവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. മേളിലോട്ട് ചെല്ലുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആണ്, എന്നാലും നമ്മൾ കയറുകയാണ്. കാരണം എല്ലാ യാത്രയും ഇതേപോലെ റിസ്ക് ആണ്, എല്ലാ ട്രക്കിങ്ങും റിസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് കേൾക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗണ്ടാണ്. കണ്ടോ, അതാ ഇവിടെ ഈ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പച്ചപ്പാണ്, കണ്ടോ, നല്ലൊരു പച്ച കളറാണ്, ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു പാറയുടെ പേരെന്ന് വെച്ചാൽ കോതപ്പാറ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇതിനെ അറിയപ്പെടുന്നത് കോതപ്പാറ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഴിയുണ്ട്. അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു കുഴി വരുന്നുണ്ട്. ഒരു കുത്തനെ കുഴി വന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനെ വെള്ളം പോകുന്നത്. അപ്പം ഇവിടുത്തെ ഒരു കഥയുണ്ട്. അതായത് ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇതാണ്, പറഞ്ഞു കേട്ടൊരു കഥയാണ്. അതായത് കോത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അപ്പം അവർ ആ കാട്ടിൽ നിന്ന് വിറകൊക്കെ വെട്ടിയിട്ട് വരുന്ന വഴിക്ക് ആ പാറയുടെ അത് വഴി വന്നപ്പോൾ അത് പൊളിഞ്ഞിട്ട് നേരെ താഴോട്ട് നേരെ കുഴിയിലോട്ടുമാണ് പോയത്. അതിന് ശേഷമാണ് ആ ഒരു സ്ഥലത്തിന് ആ ഒരു കോതക്കുഴി എന്ന് പറയുന്നത്. ആ ഒരു കുഴിക്ക് പിന്നീട് കോതക്കുഴി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു കുഴിയുടെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് പലരും പറഞ്ഞത് ആ ഒരു കുഴിയുടെ ആഴം എത്രയാണെന്ന് ഇതുവരെ ആർക്കും അളക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലരും ഇതേപോലെ നൂലിൻ്റെ അകത്ത് കല്ലൊക്കെ കെട്ടി ഇട്ടിട്ട് അത് ഫുള്ള് താഴെ പോയി പോകുന്നുണ്ട്. അതായത് നൂല് തീരുന്നവരെ പോയിട്ടും താഴെ മുട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞാനപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പറഞ്ഞു കേട്ടൊരു കഥയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ദിവസം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഒരു ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ വന്നിട്ട് അതിൻ്റെ ആഴം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കുഴിയൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ നമ്മുടെ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. എന്താ, ഇപ്പോൾ നിങ്ങൾ നേരെ കണ്ടോ, ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത്. നമ്മളിത് ആ ഒരു പോയിന്റിലാണ് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്നത്. അവിടെയാണ്. അതായത് അവിടെ നല്ല
അത്യാവശ്യം ആഴമുണ്ട്. ഒരു പാറയുടെ ഇടുക്കാണ്, അവിടെ വെള്ളം കെട്ടി കിടക്കും. നമുക്ക് അവിടെ കുളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ മേളിലോട്ട് കയറി പോകാം. മേളിലോട്ട് കയറി പോകുന്നതോറും ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് പോലെ ഇതേപോലെ ഓരോ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കയറിപ്പോകും. ഞാനൊരു 7-8 വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റെപ്പ് വരെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അതെല്ലാം കയറിപ്പോവും. നമ്മൾ എത്രത്തോളം കയറി പോകാൻ പറ്റുമോ അത്രത്തോളം കയറിപ്പോവും. അപ്പോഴേക്കും മഴ വന്നിരിക്കുകയാണ് കണ്ടോ, മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ മാറാണ്ട് അങ്ങോട്ട് കയറ്റം നടക്കുകയല്ല. കാരണം കുട പിടിച്ചുകൊണ്ട് കയറുന്ന പരിപാടിയൊന്നും നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ മഴ മാറുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മഴ എപ്പോൾ മാറുമെന്ന് അറിയാൻ പാടില്ല. മഴ മാറിയാലേ ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ കൂടുതലായിട്ട് മഴ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറ എല്ലാം പാക്ക് ചെയ്ത് നേരെ വെള്ളച്ചാട്ടത്തിനോട് പോയി കുളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. മഴ ചെറുതായിട്ട് കുറഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടും, അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നോക്കാം. നമ്മളെന്തായാലും ഇവിടം വരെ എത്തിയല്ലേ, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. മഴ മാറുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാം. കാരണം അവിടെ അത്യാവശ്യം കാണാൻ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇതുവഴി വേണം നമുക്കിനി പോകാൻ. ഇതുവഴി വഴിയില്ല, കാടാണ്. കാട് പോലെ കിടക്കുന്ന സ്ഥലമാണ്, കാട് തന്നെയാണ്. നമ്മളിപ്പം ഇതുവഴി കയറിയിട്ട് വേണം ഇനി പോകാൻ. ഇപ്പം മഴയൊന്ന് കുറഞ്ഞ് നിൽക്കുകയാണ്, മഴ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പതിയെ കയറുകയാണ്, മേളിലോട്ട് ഞാൻ കയറുകയാണ്. ഇതുവഴി വേണം പോകാൻ, വെള്ളത്തിൻ്റെ അകത്തൂടെ വേണം പോകാൻ. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം പകുതി പോലും എത്തിയെന്ന് തോന്നുന്നില്ല. എന്തായാലും നടക്കുകയാണ്, കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ നടക്കുകയാണ്, മേളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ വേണം ഇനി കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ. നല്ല ഒഴുക്കുണ്ട്. അങ്ങനെ ഒരു കാര്യമായിരിക്കും ഈ വഴിയൊക്കെ വേണം കയറി പോകാൻ. ഒരു കമ്പ് ഇല്ലാണ്ട് നടക്കത്തില്ല, കാരണം ഇതേലെ നല്ല കുത്തി ഒഴുക്കുമുണ്ട്. അതുപോലെ തന്നെ ചലന്തി വലയുണ്ട്. അപ്പം ചലന്തി വലയൊക്കെ മാറ്റി വേണം പോകാൻ. ഒരു മുളം കമ്പ് ഇവിടെ കിടപ്പുണ്ട്, അത് ബലമുള്ളതാണെങ്കിൽ അതെടുക്കാം, ബലമുള്ളതായിരുന്നെങ്കിൽ ഭാഗ്യം. ഓക്കെ, ഒരു ബലമുള്ളൊരു കമ്പ് കിട്ടിയാണ്, മുളം കമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി വേണം പോകാൻ. കണ്ടോ, ഇവിടെ എല്ലാം കാടാണ്, ചുറ്റും കാടാണ്. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ വേണം പോകാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഇതാണ് ഞാൻ ട്രക്കിംഗ് ആണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമുക്ക് കുറേ വെള്ളത്തിൻ്റെ അകത്തൂടെയൊക്കെ നടക്കാനുണ്ട്, കുറേ പാറപ്പുറത്തൂടെ നടക്കാനുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ഇതുവഴി അപ്പുറത്തോട്ട് പോകാൻ പറ്റുകയില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തെന്നലും കാര്യങ്ങളൊക്കെയാണ്, പുല്ലൊട്ടുമില്ല. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് അപ്പുറത്തെ വഴി, അതായത് നമ്മൾ വന്ന അതുപോലെ തന്നെ പോയിട്ട് ആ ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് അപ്പുറം വഴി ഈ പുല്ലിൻ്റെ ഇതുവഴിയാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. അത് കുറച്ച് കയറ്റം കൂടുതലാണ്, ഇത് കയറ്റം കുറവാണ്, പക്ഷേ ഇതുവഴി കയറാൻ പറ്റില്ല, ഭയങ്കര തെന്നലൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ പിന്നെ ഇതുവഴി മേളിലോട്ട് പോവുകയാണ്. നമ്മളിപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്, ആ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഷൂടാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് മുള്ളുണ്ടായിരുന്നു, അവിടെയൊക്കെ ചവിട്ടി കാലിൽ ഒരുപാട് മുള്ള് കയറി. അപ്പോൾ ഷൂ ഇട്ടിട്ടുണ്ട്. ഷൂ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് വേണം നടക്കാൻ.
കാരണം തെന്നൽ കൂടുതലാണ്. ഇപ്പോൾ ഇനി ഈ പുല്ലിൻ്റെ അകത്തൂടെ വേണം നടന്ന് നമ്മൾ അപ്പുറേ പോകാൻ. കയറ്റം കിടക്കുന്നതേ ഉള്ളൂ. തിരിച്ച് പതിയെ നടന്ന് പോവുകയാണ്. ഉണ്ടോ, നല്ലൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്ത്. അതായത് ഇവിടുന്ന് തെന്നി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അകത്ത്. അത്യാവശ്യം വഴിയെന്ന് ഞാൻ തെളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുനിഞ്ഞ്
എന്താണെന്ന് അറിയത്തില്ല. പുല്ലിൻ്റെ ഇത് മാറി കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇറങ്ങാൻ നേരത്തെ ഇതേപോലത്തെ ഏതെങ്കിലും വഴി കൂടെ ഇറങ്ങേണ്ടി വരും. അടുത്ത മഴയ്ക്ക് മുമ്പ് എങ്ങനെയും മേളിലെത്തണം, അല്ലേ നനഞ്ഞ് നാശമായി പോകും. ഞാനിങ്ങനെ നമ്മൾ താഴെ നിന്നപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടില്ലായിരുന്നു, അതിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ പുറകെ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് കാണാം. ഇത് കണ്ടോ, ആ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ താഴെ നിന്നിട്ട് ആ ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ പുറകിൽ കാണുന്നത്. ഞാനത് കാണിച്ചു തരാം, അവിടെ അടുത്ത് പോയി കൊണ്ട് കാണിച്ചു തരാം. ഞാൻ നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടത് ഏകദേശം ആ ഒരു പൊസിഷൻ നിന്നിട്ടാണ് നമ്മൾ കണ്ടത്. മനസ്സിലായി, അതിനൊരു പാറയൊക്കെ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടാണ് ഇത് എത്രത്തോളം സ്ലോപ്പ് ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ആ വഴിയൊക്കെ കണ്ടല്ലോ, നമ്മളിതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് വന്നത്. കംപ്ലീറ്റ് പുല്ലാണ്. അത് പുല്ല് കൊണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ട് വരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറേ പുല്ല് കൊണ്ടുകൊണ്ട് കുറേ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ വെള്ളച്ചാട്ടം. ഞാനിപ്പോൾ അടുത്തൊരു ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി കയറുകയാണ്. അപ്പം ഈ പാറയുടെ അകത്തൂടെ, പാറയുടെ മേളിൽ കൂടെ കയറണം. നമുക്ക് എന്തായാലും ഇതുവഴി മേളിലോട്ട് കയറാം. എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്തതിൽ ഒത്തിരി അഡ്വഞ്ചർസും അതുപോലെ തന്നെ ഒത്തിരി റിസ്കി ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു ഇത്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞാനപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ഒരു 2-3 മലയുണ്ട്, അതായത് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ളൊരു മലയുടെ മേളിലോട്ടാണ് ഞാൻ ഈ കയറി പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞൊക്കെ ആയിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിനീത് ആൻഡ് യു ആർ വാച്ചിങ് തേർഡ് ഐ.